നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം. ക്ഷമിക്കണം സ്വാമിജി, അങ്ങേ ആരാണ് ഇവിടേക്ക് ക്ഷണിച്ചത്? എന്തിനാണ് ക്ഷണിച്ചത്? ദേവി ഇതൊന്നു പറഞ്ഞാലും. അതെ, ഇങ്ങനെയുള്ള സാധാരണ പൂജകൾക്കൊന്നും പോകുന്ന ആളല്ലല്ലോ സ്വാമിജി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ചോദ്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിനുള്ള ഉത്തരം മൗനമാണെങ്കിൽ ചോദിച്ചത് കൊണ്ട് അർത്ഥമില്ലാതാവില്ലേ? അത് പിന്നെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ പേരുകേട്ട സ്വാമിജിയെ വിളിച്ചു വരുത്തിയത് ഞാനാ. അവര് നിന്റെ ഒപ്പം നിന്ന് നിന്നെ ചതിക്കാനാണ് പാർവതി അവരുടെ പ്ലാൻ. ദേവമ്മേ, നീ വഴി വിളിച്ചു വരുത്തി അവരെ ബന്ധിക്കാനാണ് പ്ലാൻ. നമസ്കാരം സ്വാമി. എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നല്ല രീതിയിൽ നടത്താനാണ് ഈ അമ്മ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ഈ പൂജയൊക്കെ നല്ലതിനാണെന്ന് വിശാൽ സാർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നല്ലതിനല്ല വിശാൽ സാർ. ദേവമ്മയുടെ ആത്മാവിന് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് വിശാൽ സാറിന് അറിയില്ല. എനിക്ക് മാത്രമേ ആ സത്യം അറിയൂ. നീ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്ന് കാണിച്ചു തരണം. ഒരേ ഒരു നിമിഷം മാത്രം കണ്ടാ മതി. ആ പാദത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞാലേ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാവും. ഈ ആണ്ടുപൂജയ്ക്ക് ഞാൻ ദൈവമേ വിശാൽ സാറിന് കാണിച്ചു തന്നിരിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. സ്വാമിജി, ഇവിടെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ? മറ്റെന്തെങ്കിലും വാങ്ങാനോ കൊണ്ടുവരാനോ ഉണ്ടെങ്കിൽ പറയാം. പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളുടെയൊക്കെ വിവരം ഞാൻ പ്രഭാവതിയോട് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിജി പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പാർവതിയോടെ പോയി നിന്ന് നിൽപ്പിൽ കാണാണ്ടായല്ലോ. ഇനിയിപ്പോ സ്വാമിജിയെ കണ്ട് പേടിച്ച് ജില്ല തന്നെ വിട്ടു പോയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.